ദൈവത്തിന് മഹത്വം. ഇന്ന് അവൻ്റെ ശബ്ദം നിനക്കായി. ദൈവത്തിന് സകലവും ചെയ്യാൻ കഴിയും. ഇയ്യോബ് 42:2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ദൈവത്തിന് സകലവും ചെയ്യുവാൻ കഴിയും. എല്ലാം എന്തും ചെയ്യുവാൻ കഴിയില്ലെങ്കിൽ ദൈവം ദൈവമല്ലാതാകും. എന്നാൽ നമ്മുടെ ദൈവം സത്യദൈവമാണ്. അവന് സകലവും ചെയ്യുവാൻ കഴിയും. ഇവിടെ ഇയ്യോബ് ഈ കാര്യം വിളംബരം ചെയ്യുകയാണ്. എന്നാൽ നേരത്തെ ഇയ്യോബിന് ഈ അറിവില്ലായിരുന്നു. തൻ്റെ കഷ്ടതയിലൂടെയാണ് ഇയ്യോബ് ഇത് പഠിച്ചത്. 119 സങ്കീർത്തനം 71 വാക്യത്തിൽ പറയുന്നത് പോലെ അതെത്ര ശരിയാണ്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എത്ര ഗുണമായി. ആഴമേറിയ സത്യങ്ങൾ പഠിക്കുന്നത് അതിവേ കഷ്ടതയിലാണ്. ദൈവത്തിൻ്റെ ശിക്ഷയെ നമ്മൾ നിരസിക്കരുത്. കഷ്ടതയിലാണ് ഇയ്യോബിൻ്റെ ചിന്താശക്തി തെളിയുന്നത്. എല്ലാ തർക്കങ്ങളിലും എന്ന പോലെ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബിൻ്റെ നാവ് അടഞ്ഞുപോയി. ദൈവം വെല്ലുവിളിച്ചപ്പോൾ ഇയ്യോബിന് മിണ്ടാട്ടമില്ല. ദൈവം സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഒന്ന് നിശബ്ദരായി ഇരുന്നേ മതിയാവും. ഇയ്യോബ് മനസ്സിലാക്കി, ഒരു സത്യം ദൈവമുണ്ട്, മറ്റാരും ദൈവങ്ങളല്ല. ബഹുദൈവങ്ങൾ നമ്മെ കുഴപ്പത്തിലാക്കും. ഇയ്യോബിന് ഇപ്പോൾ ഉറപ്പായി ദൈവത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. ദൈവഹിതം ഒന്നും ആർക്കും തടയാനാവില്ല. ദൈവം നിശ്ചയിക്കുന്ന സംഭവിക്കും. ഇയ്യോബ് കഷ്ടത അനുഭവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു, അത് നടന്നു. സാത്താൻ നമ്മെ നിരാശപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും നോക്കും. ആത്മാക്കളുടെ നാശമാണ് അവൻ്റെ ലക്ഷ്യം. ആത്മാക്കളുടെ രക്ഷയാണ് ഏറ്റവും അസാധ്യമായ കാര്യം. അത് യേശു കാൽവറിയിൽ സാധിച്ചു. ഇതാണ് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായിട്ട്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹാ. ദൈവത്തിന് സകലവും കഴിയുമെന്ന് അറിവ് നേടാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.